ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് റിവിഷൻ ചെയ്യുന്നത്. അതിൽ മൊഡ്യൂൾ 1 സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എക്സാമിൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി, അതുകൂടാതെ സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് നേച്ചർ എന്താണെന്ന് നോക്കാം. നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്നത് 2 പാർട്സായിട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. ഒന്ന് സയൻറ്റിഫിക് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി, രണ്ടാമത്തത് ഗോൾസ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അതിൽ സയൻറ്റിഫിക് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഇസ് സ്റ്റഡി ഓഫ് സോഷ്യൽ ബിഹേവിയർ. സാമൂഹികമായിട്ടുള്ള ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ്. അത് എങ്ങനെയാണ് പഠിക്കുന്നത്? ത്രൂ സയൻറ്റിഫിക് മെത്തേഡ്സ്. ഇപ്പോൾ സാമൂഹികമായിട്ടുള്ള ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡിലൂടെ നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റത്തെ നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തത് സയൻറ്റിഫിക് മെത്തേഡ്സ്. ഈ പഠനത്തിന് വേണ്ടിയിട്ട് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് സയൻറ്റിഫിക് മെത്തേഡ്സ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ്, സർവേസ് ആൻഡ് ഒബ്സർവേഷണൽ സ്റ്റഡീസാണ്. അപ്പം സാമൂഹികമായിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസിനെ പഠിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ സൈക്കോളജി ഉപയോഗിക്കുന്നത് സയൻറ്റിഫിക് മെത്തേഡ്സ് ആണ് എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപാർഷ്യൽ. യാതൊരു വിഭാഗീയതയും കൂടാതെ വളരെ വസ്തുനിഷ്ഠമായിട്ടാണ് സോഷ്യൽ സൈക്കോളജി പഠന വിധേയമാക്കുന്നത്. എന്തിനെ? ഹ്യൂമൻ ബിഹേവിയറിനെ. അപ്പം സോഷ്യൽ സൈക്കോളജി സ്ട്രൈവ്സ് ടു ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഇംപാർഷ്യൽ ഇൻ ദിയർ റിസർച്ച്, അവോയ്ഡിങ് പേഴ്സണൽ ബയസസ് ആൻഡ് അസംഷൻസ്. അതായത് മാനുഷികമായിട്ടുള്ള വിഭാഗീയതകളും അതുപോലെ തന്നെ ഭാവനാപരമായിട്ടുള്ള അസംഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് സയൻറ്റിഫിക് മെത്തേഡിലൂടെ പഠനം നടത്തുന്നു എന്നുള്ളതാണ് സയൻറ്റിഫിക് നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഗോൾസ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അതും നേച്ചറിൽ തന്നെ വരുന്നതാണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്കവറിങ് ഫാക്റ്റ്. സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ, ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ സൈക്കോളജി ലക്ഷ്യം വയ്ക്കുന്നത്. രണ്ടാമതായിട്ട് എസ്റ്റാബ്ലിഷിങ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. എന്തെങ്കിലും ഒരു പ്രതിഭാസം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, ഇത് രണ്ടും സാധൂകരിക്കുക അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഡെവലപ്പിംഗ് ലോസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. സാമൂഹിക രീതികളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടുള്ള നിയമങ്ങളും തത്വശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കുകയും അത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പര്യാപ്തമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു തേർഡ് ഗോൾ ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അങ്ങനെ ഈ രണ്ട് സംഭവങ്ങളാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നേച്ചർ ഓഫ് സോഷ്യൽ സൈക്കോളജിക്ക് എഴുതേണ്ടത്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ, ചെറിയ ഷോർട്ട് നോട്ടാണ്. ഈ ഷോർട്ട് നോട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എഴുതുക. ഓക്കെ, അടുത്തതിൽ വരുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ്. സബ്ജക്റ്റ് മാറ്ററിൽ സോഷ്യൽ സൈക്കോളജിസ്റ്റ് 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. അത് നമ്മൾ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് സോഷ്യൽ വേൾഡ് ആൻഡ് ഇൻട്രാക്ഷൻസ്. സാമൂഹികമായിട്ടുള്ള ലോകവും അതിൻ്റെ ഇൻട്രാക്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. രണ്ടാമതായിട്ട് ഇൻഫ്ലുവൻസ് ഓഫ് സൊസൈറ്റി ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിന് എങ്ങനെയാണ് സൊസൈറ്റി കാരണമാവുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സ്വാധീനം എത്രമാത്രം ഉണ്ട് ഒരാളുടെ ബിഹേവിയർ മാറുന്നതും നന്നാവുന്നതും മോശമാവുന്നതിനൊക്കെ. അപ്പം ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സോഷ്യൽ സൈക്കോളജിയുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ ഉത്തരമായി. ഓക്കെ, അപ്പം സോഷ്യൽ വേൾഡ് ആൻഡ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പം സോഷ്യൽ സൈക്കോളജിസ്റ്റ് സ്റ്റഡീഡ് ദ സോഷ്യൽ വേൾഡ് ഫോക്കസിങ് ഓൺ ദ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസ്. അപ്പം സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ സോഷ്യൽ വേൾഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, പഠനം വിധേയമാക്കുന്നത് സോഷ്യൽ വേൾഡ്, സാമൂഹിക ലോകത്തിനെയാണ്. അതിനെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? റിലേഷൻഷിപ്പ് ആൻഡ് ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളും അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസും ആണ് പഠന വിധേയമാക്കുന്നത്. അതിലൂടെയാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ സോഷ്യൽ വേൾഡിനെ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the subject matter of social psychology includes the ways in which society influence the human behavior. എങ്ങനെയാണ് സൊസൈറ്റി ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഏത് മാർഗത്തിലൂടെയാണ്, ഏത് മീഡിയം മുഖാന്തരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമതായിട്ട് സബ്ജക്റ്റ് മാറ്റർ ഓഫ് സോഷ്യൽ സൈക്കോളജിയിൽ വരുന്നത്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും
ക്രോഡീകരിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് 2 കാര്യങ്ങളാണ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ നിങ്ങളുടെ ആൻസറായി. ഓക്കെ, ഇനി സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി. പ്രധാനമായിട്ടും 3 സ്കോപ്പാണ് സോഷ്യൽ സൈക്കോളജിക്ക് ഉള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് കേട്ടോ. ഫസ്റ്റ് വൺ, ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഓൾ സോഷ്യൽ ഇൻട്രാക്ഷൻസ്. എല്ലാ തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ദ സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എക്സ്റ്റെൻഡ്സ് ടു ഓൾ സിറ്റുവേഷൻസ് വെയർ ആൻ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ഒരു വ്യക്തിയുടെ ബിഹേവിയർ എപ്രകാരമാണ് മറ്റൊരു വ്യക്തിയുടെ ബിഹേവിയറിനാൽ സ്വാധീനിക്കപ്പെടുന്നത് എന്നുള്ളൊരു അന്വേഷണമാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ നടത്തുന്നതല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ സാമൂഹിക സിറ്റുവേഷൻസിലേക്കും ഈ സോഷ്യൽ സൈക്കോളജിയുടെ സ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ഓക്കെ, രണ്ടാമതായിട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് സോഷ്യൽ സ്റ്റിമുലായി ആൻഡ് സ്റ്റിമുലസ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇതിൽ സ്റ്റിമുലായി സ്റ്റിമുലസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഒരു പെരുമാറ്റത്തിന് അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുന്ന സമയത്ത് അതിന് എതിരായിക്കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നതിനെയാണ് സ്റ്റിമുലായി സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ചോദകവും ചോദനയും ആണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സോഷ്യൽ സ്റ്റിമുലായും സോഷ്യൽ സ്റ്റിമുലസും സിറ്റുവേഷനെ കുറിച്ചും അവർ തമ്മിലുള്ള ഇൻഫ്ലുവൻസിനെ കുറിച്ചും അത് എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ആര് പഠിക്കുന്നുണ്ട്? സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിയിൽ സോഷ്യൽ സ്റ്റിമുലയും സ്റ്റിമുലസ് സിറ്റുവേഷനും ഇൻവോൾവ് ആണ് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇറ്റ് എക്സാമിൻസ് ഇൻഡിവിജ്വൽ റിയാക്ഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. അതായത് സോഷ്യൽ സൈക്കോളജി ഓൾസോ എക്സാമിൻസ് ഇൻഡിവിജ്വൽസ് റിയാക്ഷൻ ആൻഡ് എക്സ്പീരിയൻസസ് അറൈസിങ് ഫ്രം സോഷ്യൽ സ്റ്റിമുലായി. ഒരു സോഷ്യൽ സ്റ്റിമുലായി ഉണ്ടാവുമ്പോൾ, ഒരു സാമൂഹിക ചോദന ഉണ്ടാവുന്ന സമയത്ത് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത്, അതിൽ നിന്ന് അറൈസ് ചെയ്യുന്നത് എന്തൊക്കെ എക്സ്പീരിയൻസസ് ആണ്, അതിനോട് എങ്ങനെയാണ് ഒരു വ്യക്തി പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ എന്ത് തരം മാറ്റങ്ങളാണ് അത് കാരണം ഉണ്ടാവുന്നത് എന്നുള്ള അതൊക്കെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതും സോഷ്യൽ സൈക്കോളജിയുടെ സ്കോപ്പിൽ പെടുന്നതാണ്. അപ്പോൾ ഈ 3 എണ്ണവും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അപ്പം ഇത്രയുമാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. സാധാരണഗതിയിൽ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ ഇത് ചോദിക്കാറുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.